ഹലോ, വെൽക്കം ടു നൂറ നുവാൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, മറക്കല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ചെറിയൊരു വീഡിയോ ആണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു വീഡിയോ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേന്നുള്ളൊരു ചെറിയൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ രാവിലെ തന്നെ അടുപ്പ് കത്തിച്ച് അരി ഇട്ടിട്ടുണ്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെള്ളപ്പമാണ്. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെ സാമ്പാറാണ്. സാമ്പാർ എടുക്കാൻ മറന്നുപോയി, വിട്ടുപോയി അത്. അപ്പോൾ അത് വെള്ളപ്പൊക്കെ റെഡിയായി, ചായയൊക്കെ കുടിച്ചു, സെറ്റായി. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ വേഗം കഴുകി. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിച്ചിട്ട് വേണം അടുത്ത പണിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അതാണ് വേഗം പാത്രം കഴുകണം. പിന്നെ ഞാൻ ഇത്തിരി സ്പീഡിലിട്ടിട്ടുണ്ട്. എന്താ ഇങ്ങനെ പാത്രം കഴുകുന്നാരും വിചാരിക്കേണ്ട, 2x അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ചോറ് ഊറ്റുകയാണ്. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും 12 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് ഊറ്റിയിട്ട് വേണം നമുക്കിനി അലക്കാൻ പോകണം. വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നത്. അപ്പോൾ തുണികളൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടു. ഇനി കുറച്ച് സോപ്പും പൊടി ഇട്ട് വെള്ളം പിടിച്ച് ഇനി അലക്കാനിടണം. ഇനി അതിൻ്റെ പണി നടക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിയിലേക്ക് പോവുക. നമുക്ക് റൂമൊന്ന് ബെഡ്ഷീറ്റ് കൊടുത്ത് മടക്കി എടുത്ത് വെച്ച് നമുക്ക് അടിച്ചു വാരി തുടയ്ക്കണം. നമുക്കിനി അടിച്ചു വാരിയിട്ട് എല്ലാവരുടെയും ഒന്ന് തുടച്ച് ഇടണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി കുളിക്കാൻ പോക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ അടിച്ചു വാരി തുടയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് ഊരിപ്പിഴിഞ്ഞ് മുകളിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഉണങ്ങാനിടുന്നത്. അപ്പോൾ എല്ലാ തുണികളും ഉണങ്ങാട്ട ശേഷം നമുക്ക് ഇനി കുളിക്കാൻ പോവാം. കുളി കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് വേണം ഇനി ചോറൊക്കെ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി ചോറ് കഴിക്കാൻ പോകണം. അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മുട്ട പൊരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. ചോറിൻ്റെ കൂടെ സാമ്പാറും മുട്ട പൊരിച്ചതാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സബോള ചെറുതാക്കി അരിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ അതുപോലെ കഴിക്കാറുണ്ട്. ആരൊക്കെ അതുപോലെ കഴിക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ രാത്രിയാണ് ഞാൻ വീഡിയോ എടുത്തത്. രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ വണ്ടി G2 ആണ്. ഞങ്ങളുടെ പെട്ടി വണ്ടിയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യാറ്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ ചെറിയ കുഞ്ഞി കാറുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുള്ളൂർക്കയിലുള്ള KL48 സൽക്കാരയിലേക്കാണ് ഞങ്ങൾ കഴിക്കാൻ പോകാറ്. കുഴിമന്തി കടയാണ്. കുഴിമന്തി, ഷവർമ, അൽഫാം ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും അവിടെ കിട്ടും. അപ്പോൾ ഞങ്ങളവിടെ കയറി ഫുഡ് കഴിക്കാനായിട്ട് ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്.
നല്ല ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തത്. അപ്പോൾ അത് വന്നു, ഇനി നമുക്ക് കഴിക്കാം. പിന്നെ അവിടുത്തെ സ്പെഷ്യലാണ് ചായ. അതും കൂടി ഞങ്ങൾ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.